അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ട്രഡീഷണലായിട്ടുള്ള പാവയ്ക്ക കിച്ചടി എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അതിനൊരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് ഞാനൊരു 2 പാവയ്ക്കയാണ് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഉപ്പോ മുളകോ നമ്മുടെ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തില്ല, ജസ്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഞാനിവിടെ വറക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലാണെങ്കിൽ വെളിച്ചെണ്ണയിലും വറുത്തെടുക്കാം. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ജസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കുക. കുറച്ച് ഇട്ട് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വറുത്തെടുക്കാനായിട്ട് പറ്റും. ഞാനിത് ഫുള്ളായിട്ട് 2 പാവയ്ക്ക് ഫുള്ളായിട്ടിട്ട് വറക്കണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇത് ഫ്രൈ ചെയ്യാനൊരു ഇച്ചിരി ടൈം എടുക്കും. ആ ഒരു സമയത്തേക്ക് ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അപ്പോൾ ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ഒരു ചെറിയ തേങ്ങയുടെ ഒരു പകുതി ഭാഗമാണ്. ഇത് നമുക്ക് വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതിനകത്ത് ഉപ്പോ വേറെ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ചേർക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഇതാ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള കടുക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒട്ടും അരഞ്ഞു പോകേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ആദ്യം കടുക് ചേർത്ത് അരയ്ക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇപ്പം ഞാൻ കടുക് ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിത് വറക്കുന്നതിനിടയ്ക്ക് തന്നെ ഇതിലേക്കുള്ള തൈര് റെഡിയാക്കാം. ഞാനിവിടെ ഒരു 3/4 ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈരാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വളരെ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കാം, വെള്ളം ചേർത്തില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതും കൂടെ റെഡിയാക്കി നമുക്ക് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ഈ പാവയ്ക്ക നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കണം. അപ്പോൾ പാവയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പച്ച കളറുള്ള പാവയ്ക്കാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. ആ വെള്ള കളറുള്ള പാവയ്ക്ക് കിട്ടുവാണെങ്കിൽ ഒട്ടും തന്നെ കയ്പ്പ് ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിനൊരു ചെറിയൊരു കയ്പ്പ് ഉണ്ടാവും. കുരു നിങ്ങൾ റിമൂവ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി അത് വറുത്ത് കോരിയതിന് ശേഷം കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ചൂടായ എണ്ണയിലേക്ക് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. അപ്പോൾ അത് കോരി എടുത്തിട്ട് മാറ്റി വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എരിവിന് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഞാൻ കഴുകിയ കറിവേപ്പില ആയതുകൊണ്ടാണ് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഇനിയിപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രമാണ് എടുക്കുന്നത് ഒട്ടും വെള്ളമയം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ അതിനുവേണ്ടി ഈ ചട്ടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ചട്ടി ചൂടാക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏത് പാത്രമാണോ എടുക്കുന്നത് നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം ആ പാത്രം, അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിനകത്തേക്ക് നമ്മൾ ആ അരച്ച് വെച്ചിരുന്ന അരപ്പ് തേങ്ങയുടെയും കടുകിൻ്റെയും കൂട്ടിട്ട് കൊടുക്കുക. പിന്നെ അതിനകത്തേക്ക് ആ വറുത്ത് വെച്ചിരുന്ന കറിവേപ്പിലയും ആ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇനി ബാക്കി തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ അരപ്പും നമ്മുടെ തൈരും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുന്ന വറുത്ത് വെച്ചിരുന്ന നമ്മുടെ പാവയ്ക്ക അത് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. മൊത്തമായിട്ടൊന്നും പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ കഷ്ണം കിടന്ന് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മളിതിനകത്ത് ചൂടാക്കുന്നൊന്നുമില്ല ഈ കറി. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഈ കിച്ചടി, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കിച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തേക്ക് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ്, ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഞാൻ ആ പച്ച പാവയ്ക്കായതുകൊണ്ട് ഒരു ചെറിയൊരു കൈപ്രസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്തത്. ഇല്ലെങ്കിലും 1 ടീസ്പൂൺ അളവിൽ ഷുഗർ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയി കിട്ടും. 1 ടീസ്പൂൺ വളരെ ചെറിയ അളവിൽ ചേർത്ത് കൊടുക്കണം. അതെല്ലാം മാറ്റി വെച്ചതിന് ഉപ്പൊക്കെ നോക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ വേണമെങ്കിലും വറുത്തിടാവുന്നതാണ്. അപ്പോൾ ട്രഡീഷണലായിട്ടൊക്കെ നെയ്യിലാണ് ഇതിനകത്തേക്ക് വറുത്തിടുന്നത്. അപ്പം ഞാനിപ്പം നെയ്യ് ഉപയോഗിക്കുന്നില്ല. അതിനകത്തേക്ക് നമ്മൾ വളരെ കുറച്ച് കടുക് ചേർത്തതിന് ശേഷം പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫാക്കുക. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ആ എണ്ണയുടെ ചൂടിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ആ മുളക് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് നമ്മുടെ കിച്ചടിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കിച്ചടിക്കകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് അത് ഒരു 5 തൊട്ട് 10 മിനിറ്റിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പിന്നീട് ചൂടാക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ കുറച്ചൊരു കറിവേപ്പില, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഇവിടെ പാവയ്ക്ക കിച്ചടി റെഡിയാണ്. എല്ലാവരും റെഡിയാക്കി നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.